വ്യാജ ലോട്ടറി, നിക്ഷേപം, തൊഴിലവസരം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് തട്ടിപ്പുകൾ തുടങ്ങി ഓൺലൈൻ തട്ടിപ്പുകളുടെ വിവിധ വേർഷനുകളുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം മാത്രം ഇടുക്കി ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 52 7.18 കോടി രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത്. ഈ വർഷം കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. 742 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 55 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5.55 കോടി രൂപയാണ് ഇതുവരെ തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഈ സൈബർ ഫ്രോഡ് കേസുകളിൽ കാണുന്നത് പല ലെയറിൽ ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഈ ഒരു വിക്ടിം ആദ്യം അയച്ചു കൊടുക്കുന്ന പൈസ അയച്ചു കൊടുക്കുന്ന അക്കൗണ്ട്സ് പല അക്കൗണ്ടിലോട്ടാണ് ഇവർ അയച്ചു കൊടുക്കുക. ആ അക്കൗണ്ടിൽ നിന്ന് ഉടനെ തന്നെ അടുത്ത ലെയറിലോട്ടും അതിൻ്റെ അക്കൗണ്ട്സ് പല രീതിയിലുള്ള ട്രാൻസാക്ഷൻ നടക്കുകയാണ്. കണ്ടുപിടിക്കാൻ പറ്റിയ കേസുകളുണ്ട്, പക്ഷേ ചില കേസുകൾ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ, കട്ടപ്പന സ്റ്റേഷനുകളിലാണ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാങ്കുകളുടെയും സൈബർ വിദഗ്ധരുടെയും പങ്കാളിത്തത്തോടെ തട്ടിപ്പ് തടയാൻ പോലീസും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ 1 മണിക്കൂറിനകം വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കുക. 2023 മൊത്തം 52ഓളം കേസുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 7 മാസം ആയതേ ഉള്ളൂ. 55ഓളം കേസുകൾ ഇതുവരെ റിപ്പോർട്ടായി. മൊത്തം 742ഓളം പരാതികൾ വന്നിട്ടുണ്ട് പല രീതിയിലുള്ളത് സൈബർ ക്രൈംസിൽ. ഏകദേശം 5,54,00,000 രൂപയാണ് ഇതുപോലെ എമൗണ്ട് മൊത്തം സൈബർ ഫ്രോഡ് വഴി നഷ്ടപ്പെട്ടുള്ളത്. എത്രയും വേഗം റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.